ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം. പിന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലുള്ളവർ പറയണ പോലെ തന്നെ നമ്മളതൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ. അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് മക്കൾ മദ്രസ പോകുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി കേട്ടോ. സാധാരണ ഞാൻ ഓരോ മദ്രസയിലൊക്കെ പറഞ്ഞയച്ച് എന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കൽ. ഇന്ന് പിന്നെ കുട്ടികൾ പോകുന്നതിന് മുന്നേ അങ്ങനെ എടുത്തു. ചില ദിവസം ചിലപ്പോൾ നമുക്ക് നമ്മളെ ഈ വീട്ടിലുള്ള നമ്മളെ തോന്നലുകൾക്കനുസരിച്ചാണ് ചിലപ്പോൾ ഓരോ ദിവസങ്ങൾ കടന്നു പോവുക അല്ലേ? ശരിയല്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പം ഞാൻ ഇന്ന് എന്താണോ വിചാരിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ ഒരു ദിവസം കടന്നു പോവുക. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ചായക്ക് കടി എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന് ചോറിന് എന്താ കൂട്ടാനുണ്ടാക്കുക. കാരണം നമുക്ക് ആ ഒരു രീതിയിലൊക്കെയാണ് ചിന്തിക്കാനുള്ളത് എന്ന് കരുതി നമ്മളെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല എന്നുള്ളതല്ല. ഇനിയിപ്പം എന്താ പറയുക, ഇന്ന് വേഗം പണികൾ തീർക്കണം, അല്ലെങ്കിൽ ഇന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലങ്ങോട്ട് അയിമലങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഓരോന്നും ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് തോന്നാത്തൊരു കാര്യം ആരെനി തല്ലി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല കേട്ടോ ആ ഒരു പരിപാടി. ഇതുണ്ട് ഞാനേ കഴിഞ്ഞ ഒരു ദിവസം നമ്മളെ മുറ്റമൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെ കുറച്ച് ഞാൻ ചെത്തി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു ദിവസം എനിക്ക് എന്താ പറയുക, മുറ്റം ചെത്തണമെന്ന് ഞാൻ പോലും വിചാരിക്കാണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കുറച്ച് ഭാഗമെങ്കിലും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2-3 ദിവസമൊക്കെ ആയിട്ടോ ഞാനത് രാവിലത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ചായ കുടി കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത്. അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ വീടിൻ്റെ ഉള്ളിലത്തെ ഒരു പണികൾ വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല. വീഡിയോ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ഭാഗമെങ്കിലും ഒന്ന് വല്ലാതെ കാട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മഴയായിട്ടുണ്ടെങ്കിൽ മഴ പെയ്താൽ പിന്നെ വീണ്ടും വളരുകയാണ് ചെയ്യുക. അതുപോലെ ഉള്ളത് ചെത്തി വൃത്തിയാക്കാനൊന്നും പറ്റൂലല്ലോ. ഇപ്പം പക്ഷേ മഴക്കാലമാണെങ്കിലും വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മൾ അതും പറയുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യേണ്ട ആ ഒരു സമയത്താണല്ലോ ഈ ഒരു വെയിൽ ഇങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടിയില്ല വിചാരിച്ച് നിച്ചുമോൾ ഉണ്ടായിരുന്നു കേട്ടോ. നിച്ചുമോൾ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഇൻ്റെത് കണ്ടിട്ട് തന്നെയാണ് ഓള് പഠിക്കുക എന്ന് പറയുന്നത് ശരി തന്നെയാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന ആ ഒരു രീതിയിൽ എൻ്റെ വീട് വൃത്തിയാക്കിയിട്ട് അടിക്കലും തുടക്കലും എൻ്റെ വീട് എന്നാണ് കേട്ടോ പറയുന്നത്, നമ്മളത്. അപ്പോൾ അത് ഉള്ളിലത്തെ പണികളൊക്കെ ഞാൻ നിച്ചുമോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരി തുടക്കുക, പാത്രങ്ങൾ കഴുകുക, അങ്ങനെ ഓളെ കൊണ്ട് പറ്റുന്ന പോലത്തെ പണികളൊക്കെ ഓള് എടുക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആരോ എത്ര മക്കളാണ് എത്രയിലാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 മക്കളാണ്. മൂത്തതാണ് നിച്ചുമോൾ. ഓളിപ്പോൾ 7ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. വലിയ ഭാരപ്പെട്ട കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. സാധാരണ ഞാൻ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പുറത്തത്തെ വേറെ ഉണ്ടെങ്കിൽ പണികൾക്കൊക്കെ ഇറങ്ങുക. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ അങ്ങനെ ഒരു തോന്നൽ, ഇന്നല്ല കേട്ടോ അന്ന് അങ്ങനെ തോന്നി. അപ്പം ഞാൻ മൊത്തത്തിൽ മുറ്റം മൊത്തമൊന്നും എനിക്കാവില്ല, എന്നാലും ഞാൻ വൈകുന്നേരം വരെ ഒരു 10:30-11 മണിക്ക് തുടങ്ങിയിട്ട് ഞാനൊരു 3 മണി വരെയൊക്കെ പണികൾ നല്ല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെയൊക്കെ പണികളെടുത്താൽ പിന്നെ ഒരാഴ്ചക്കത്തെ എനിക്ക് അനങ്ങാൻ പറ്റൂല കേട്ടോ. ഭയങ്കര മേലുവേദനയും അതേപോലെ എന്താ പറയുക നടുവേദന കാലുവേദന എല്ലായിടത്തും വേദന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സാധാരണ വീട്ടിൽ ചെയ്യുന്ന നമ്മളെ പണികൾ എടുക്കുക എന്നല്ലാതെ വേറെ എക്സ്ട്രാ ഇതേപോലത്തെ എന്തെങ്കിലും പണികളൊക്കെ എടുത്താൽ പിന്നെ ഒരാഴ്ചത്തേക്ക് സൈഡ് ആവും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വല്ലാണ്ട് അങ്ങനത്തെ ഞാൻ മെനക്കെടാത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റമൊക്കെ കാണുമ്പം എന്തോ ഒരു ഇടങ്ങാറാവുക കേട്ടോ. ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി വന്നാൽ എന്താ വിചാരിക്കുക, അങ്ങനത്തെയൊക്കെ ആ ഒരു നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഓർക്കറിയൂലല്ലോ. മുറ്റത്ത് നമ്മൾ അകത്തേക്കും കൂടെ കയറാൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ കേട്ടോ പുല്ല്.
ഒരുപാട് വട്ടം ചെത്തുന്നുമുണ്ട്, അതുപോലെ മരുന്നും അടിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ഇതൊരു വൈരാഗ്യമുള്ള പോലെയാണ് കേട്ടോ. എന്തായാലും അത് കുറച്ച് ഭാഗം അങ്ങനെ ഞാൻ വൃത്തിയാക്കിയതാണ് എന്നാണ് കേട്ടോ ഞാൻ ഇത്രയും നേരം ഈ പറഞ്ഞുകൊണ്ട് നിന്നത്. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ ജസ്റ്റ് കാണിച്ചല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോ എവിടേക്കോ എത്തിപ്പോയിട്ടുണ്ട്. അപ്പം മക്കളെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തു. ഇന്ന് പത്തിരിയും മുട്ട തേങ്ങ കറിയുമാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ മുട്ടക്കറി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം കുക്കറിൽ ഞാൻ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വേവിച്ചെടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതും ചേർത്ത് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് പിന്നെ മുട്ട തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഇന്ന് വെച്ചത്. പത്തിരിക്കൊക്കെ ആ ഒരു തേങ്ങ അരച്ച കറി തന്നെയാണ് ശരിയാവുള്ളൂ. ഞാൻ അല്ലാതെ പൂരിക്കും ദോശയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തേങ്ങ അരക്കാതെ ആ ഒരു പൊടി ഇട്ടിട്ട് അങ്ങനെ ആക്കി എടുക്കലുണ്ട്. പക്ഷേ പത്തിരിക്ക് എൻ്റെ മക്കൾക്ക് തേങ്ങ അരച്ചത് വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് കറി റെഡിയാക്കി വെച്ചു ഞാൻ. എന്നാൽ പിന്നെ ഇവർ വന്നാലും ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് ചായ കുടിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മദ്രസ വിട്ട് നിച്ചുമോൾ നേരത്തെ വരും. ഓൾക്ക് കാട്ടിക്കുളം സ്കൂളിലാണ് കേട്ടോ ഓൾ പഠിക്കുന്നത്. അപ്പം ബസ് 8:45 ആകുമ്പോഴത്തേക്കും ബസ് വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഓള് മദ്രസയിൽ നിന്ന് ഫസ്റ്റ് വരും കേട്ടോ. അപ്പം പിന്നെ രാവിലെ എങ്ങനെയായാലും തിരക്ക് തന്നെയാണ്. അപ്പം ഞാൻ വേഗം കറി അവിടെ ആക്കി വെച്ചു. എന്നിട്ട് വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ചും ഉരുട്ടിയും പരത്തിയും ചുട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും രണ്ടാളും വന്നിട്ടുണ്ട്. നിച്ചുമോൾ വന്ന് മാറ്റി ഒരുങ്ങി ചായ കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നാഫിമോനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർക്ക് ചായ കൊടുത്തു. ഓരോ കൂടെ തന്നെ ഇന്ന് ഇരുന്നിട്ട് ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് ആണ് ഞാൻ ചായ കുടിക്കാനിരിക്കുക. പക്ഷേ ഇന്ന് ഓരൊക്കെ കുടിക്കുന്ന ആ ഒരു കൂടത്തിൽ തന്നെ ഞാനും കുടിച്ചു. എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മക്കളുടെ കൂടെ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അടുത്ത ആളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് കേട്ടോ. നാഫിമോന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാഫിമോനെ കണ്ടപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ബുധനാഴ്ച അവിടെ സ്കൂളിൽ യൂണിഫോം ഇല്ലവർക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. അപ്പോൾ അത് കണ്ടപ്പോഴാണ് കേട്ടോ ഇത് ഏതായിരുന്നോ ദിവസം എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ എടുത്താലും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ വീടൊക്കെ നല്ല ക്ലീനാക്കി വലിച്ചു വാരി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുമല്ലോ. അങ്ങനെ ക്ലീനാക്കി എടുത്തിട്ട് പിന്നെ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ സന്തോഷിക്കുക പറയില്ലേ, അങ്ങനെ തന്നെയാണ് കേട്ടോ. അതേപോലെ ഈ സാധനങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് പിന്നെ ഒന്ന് വൃത്തിയാക്കലൊക്കെ വരുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ഇടാനൊക്കെ പറ്റുമല്ലോ. എനിക്ക് അങ്ങനത്തെ ആ ഒരു പരിപാടി ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അത് നടക്കൂല കേട്ടോ. ഇവിടെ ഓരോന്നും അതിൽ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഒറ്റയ്ക്ക് കട്ടിലെടുത്ത് അങ്ങോട്ടും അൾമാരെടുത്ത് ഇങ്ങോട്ടൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ വന്ന് കൂടിയപ്പെട്ടതാണ് ഇവിടുത്തെ മേശയും കട്ടിലും അൾമാരൊക്കെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വെക്കുമല്ലോ ഓരോന്നും, അതിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും അതുപോലെയാണോ അല്ലേന്നൊന്നും എനിക്കറിയൂല. അങ്ങനെ ഞാൻ വേഗം മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും നാസിമോനും തന്നെയാണ് കേട്ടോ ഉള്ളത്. ഓനിപ്പോൾ അംഗൻവാടിയിൽ പോകാൻ നല്ല മടിയായിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് കൊണ്ടുവിടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മടിയാണ് ഓനക്ക്. അനിയൻ്റെ മോളും കൂടെ പോവലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓളെ LKG ചേർത്തിയിട്ടുണ്ട്. ഇപ്പം ഒറ്റക്കായം കൊണ്ട് ഓനക്ക് പോകാൻ മടിയാണ് കേട്ടോ. അപ്പോൾ നാഫിമോനെ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം അങ്ങോട്ട് ഇറക്കിയാൽ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്തുനിന്ന് ചോറിൻ്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം മൊത്തത്തിൽ റൂമും കാര്യങ്ങളും എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. മൊത്തം ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ചു ഒന്ന് അടിച്ചു വാരിയിടും. എന്നിട്ട് പിന്നെ ഞാൻ വേഗം അടുക്കള ഭാഗം മുറ്റമൊക്കെ അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ വേഗം പാത്രം കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. കുറച്ച് രാവിലെ ആകുമ്പോൾ നിറച്ചും പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാൻ. ഈ ഒരു നിങ്ങൾ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ അവിടെ ഫുള്ളും പാത്രമായിരിക്കും. ഇന്ന് ഞാൻ അധികം വീഡിയോ എടുക്കുമ്പോൾ പകുതി മുക്കാലും കഴുകി തീർത്തതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നിൽക്കുക. കാരണം വീഡിയോയിൽ കാണുമ്പോഴെങ്കിലും കുറച്ചൊരു വൃത്തി വേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. രാവിലെ എനിക്ക് അത്രത്തോളം ഉണ്ടാവും കേട്ടോ കഴുകാൻ. മൊത്തം
മൊത്തം ഒഴിവാക്കി വലുതെന്ന് ചെറുതിലേക്കും അങ്ങനെ മൊത്തം വൃത്തിയാക്കി ഇതാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടുണ്ടാവും കേട്ടോ കഴുകാൻ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അതുപോലെ തുടക്കലും അകത്തത്തെ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ ഇന്ന് മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. സമയം നട്ടുച്ച ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുമാണ്. ഇന്ന് വെയിലത്താണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ മുറ്റത്ത് പുല്ലില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുറ്റടിച്ച് വാരാൻ. ഇനി പുല്ലാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ മേലെ കൂടെ അടിച്ചൊക്കെ വാരലുണ്ട്. ഞാൻ എപ്പം വിചാരിക്കും ഒരു കുറച്ച് ഭാഗം, ഞാൻ ഈ ഒരു ചെത്തിയ കുറച്ച് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു അത്രയും ഭാഗമെങ്കിലും ഒന്ന് പുല്ല് വളരാതെ ഇരുന്നിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകില്ലേ, അങ്ങനെ ഏതോ ഒരു പാട്ടിൻ്റെ വരി പോലെ കേട്ടോ. പക്ഷേ ഏതാട്ടോ ഞാൻ ചെത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത് വീണ്ടും പുല്ല് മുളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിന് നമ്മളോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയാണ് കേട്ടോ. നമ്മൾ ഈ നട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇതുപോലെ ഉണ്ടാവില്ലല്ലേ. നമ്മൾ ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നതൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മൊത്തത്തിൽ എല്ലായിടത്തും ചുറ്റിനും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി, ഇന്ന് കറിയിലേക്കൊന്നും അങ്ങോട്ട് പോയില്ല കേട്ടോ. തലേ ദിവസത്തെ കറി എനിക്കും നാസിമോനിക്കും ഉള്ളതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം എന്തായാലും വെക്കണം എന്ന്, വൈകുന്നേരം ചിക്കൻ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് എനിക്കുള്ള കറിയും ഉണ്ട്. അപ്പം ഞാൻ വേഗം എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. വഴുതനങ്ങ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നിച്ചുമോള് ഓക്ക് രാവിലെ ചോറ് കൊണ്ടുപോകാനാകുമ്പോഴത്തേക്കും എനിക്ക് അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ തീരുന്നതാണ് കേട്ടോ. ഇന്ന് നിച്ചുമോള് എന്താ കൊണ്ടുപോയത്, ഓള് പത്തിരിയാണെന്ന് തോന്നുന്നുണ്ട്, പത്തിരിയും കറിയാണെന്ന് തോന്നുന്നു കേട്ടോ ഓള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ നിച്ചുക്ക് കൊണ്ടുപോകാനാക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ വേഗം ചോറും ആ ഒരു ഉപ്പേരിയൊക്കെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വഴുതനങ്ങ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ, വളമില്ലാത്ത നല്ല വഴുതനങ്ങയാണ് കേട്ടോ. ആ ഒരു പച്ച നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇത് ഉപ്പേരി വെച്ചാൽ. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് പറിച്ചു കൊണ്ടുവന്ന് വേഗം അരിഞ്ഞു. അതിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ചിട്ടിട്ട് വേഗം വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും പൊട്ടിച്ച് നമ്മളെ ഉപ്പേരിയൊക്കെ അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. ചോറ് വയ്ക്കലും നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാട്ടോ വൈകുന്നേരമാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് ചിക്കൻ വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനതൊന്ന് നിസ്കരിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ വേഗം കറിയൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വൈകുന്നേരത്തെ ചായേൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, പാൽച്ചായ കുടിക്കാൻ വല്ലാത്തൊരു മോഹം കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റിൽ എന്നോട് ആദ്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ, നിങ്ങൾ പാൽച്ചായ കുടിക്കൂലേ എന്നുള്ളത്. കാരണം നമ്മളെപ്പോഴും കട്ടൻ ചായയാണ് ഇവിടെ വെക്കുക. പക്ഷേ പാൽച്ചായ കുടിക്കായിട്ടൊന്നുമല്ല കേട്ടോ, എന്തോ കട്ടൻ ചായനോടാണ് കുറച്ചും കൂടെ ഒരിത്. പാല് ഉണ്ടെങ്കിൽ നമ്മളത് വെക്കും, അല്ലെങ്കിൽ പാല് ഡെയിലി വാങ്ങുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിമേലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകൂല. നമുക്ക് അധികം എല്ലാവർക്കും ഇഷ്ടം കട്ടൻ ചായ തന്നെയാണ് കേട്ടോ. രാവിലെ ആയാലും പാൽച്ചായക്ക് അങ്ങനെ ഒരു പൂതി ഞങ്ങൾക്ക് ആർക്കും വരുത്തില്ല, മക്കൾക്കായാലും ഒക്കെ. ഞങ്ങൾക്ക് അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നിർബന്ധങ്ങളും വാശികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഓർക്ക് ഹോർലിക്സ് ഉണ്ട്. ഇവിടെ ഹോർലിക്സ് ഇതുപോലെ ചെറിയ പാക്കറ്റ് ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്ക് ഹോർലിക്സ് മതി എന്ന് പറഞ്ഞു. എനിക്ക് ചായ തന്നെ കുടിക്കാനാണ് കേട്ടോ ഇന്നത്തെ ഒരു തോന്നൽ. ഇന്ന് മൊത്തം എൻ്റെ തോന്നൽ പോലെയാണ് കേട്ടോ കാര്യങ്ങൾ ഇവിടെ കടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാലവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അതും കലക്കി കൊടുക്കുക, എനിക്ക് ചായയും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം ഞാൻ ചിക്കൻ കറിക്കുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിലൊരു 2-3 വിസിൽ അടുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കുന്നതിന് മുന്നേ വേഗം കറീൻ്റെ അവിടെ വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി അതും കൂടെ ചേർത്ത്, പിന്നെ വേവാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി മുളകും പൊടിയും ഒക്കെ ആവശ്യത്തിന് വേണ്ടതൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും അതുപോലെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ തന്നെ ഇനിയിപ്പോൾ ചിക്കൻ കഴിഞ്ഞ് പോയാലും കിഴങ്ങ് അതിൽ ബാക്കി ഉണ്ടാവും. അപ്പം അതും കൂടെ ഒന്നാക്കി കറി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ എന്തായാലും വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ വലിയ കുക്കിംഗ് ചാനലൊന്നുമല്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസും ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. ചിലപ്പം ചില ആളുകൾക്ക് ഇതേപോലത്തെ വീഡിയോസൊന്നും ഇഷ്ടമുണ്ടാവില്ല, ചില ആളുകൾക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾ നമ്മളെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല പുതിയൊരു വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.